നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അതിപ്പോ തകർന്നു. ഈ വീട്ടിൽ കയറി വന്ന് ഒരാൾ അമ്മയെ എന്നെ അപമാനിച്ചിട്ട് കൈയും വീശി ഇറങ്ങിപ്പോയി. മഞ്ജുന്റെ അനിയത്തി മഹിമ. എന്തേ, പ്രതികരിക്കാനുള്ള ആവേശമൊക്കെ ചോർന്നു പോയോ? അവളെന്തിനാ നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? എന്താടാ നീ എന്തിനാ നടന്നതൊക്കെ അന്വേഷിക്കുന്നേ? എന്നെ ഒരുത്തി ഈ വീട്ടിൽ കയറി വന്ന് അപമാനിച്ചത് മാത്രം അറിഞ്ഞാ പോരെ? ചേട്ടൻ അങ്ങനെ ചാടി കയറിയൊന്ന് ഇടപെടാൻ പറ്റില്ലമ്മേ, ഭാര്യ വീട്ടുകാരല്ലേ. സ്വപ്നം, നീ നിർത്തിക്കോ. കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. നീ എന്തിനാണ് അവളോട് ചൂടാവുന്നേ? നിന്റെ ഭാര്യയുടെ അനിയത്തിക്ക് വേണ്ടി നീ സ്വന്തം അനിയത്തിക്ക് നേരെ തിരിയുമല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ലമ്മേ. പിന്നെ എങ്ങനെയാ? ഇത്രയും കാലത്തിനിടയില് ഒരുത്തരെ ഈ വീട്ടിൽ കയറി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അന്നരുന്ത് പെണ്ണിന് അതിനുള്ള ധൈര്യം എവിടുന്നാ ഉണ്ടായത്? നീ പ്രതികരിക്കില്ല എന്നുള്ള ധൈര്യത്തിലല്ലേ അവൾ ഇത്രയൊക്കെ പ്രഹസനം കാണിച്ചത്? നീ ഇപ്പൊ തീരുമാനിച്ചോ? നിനക്ക് ഞാനാണോ വലുത്, നിന്റെ ഭാര്യ വീട്ടുകാരാണോ? ഇതെന്ത് ചോദ്യം അമ്മേ? എനിക്ക് അമ്മ തന്നെയാ വലുത്. അത് വെറുതെ വായ കൊണ്ട് പറയാതെ ചെയ്ത് കാണിക്കണം. എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയാണെന്നെങ്കിലും അറിയണ്ടേ? മഹിമ ഇവിടെ ഒരു ക്രീം ഡെലിവറി ചെയ്യാൻ വന്നു. അവൾക്കിപ്പോ അതാ പണി. കൊടുക്കാൻ ഇവിടെ ക്യാഷ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ATM പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞതാ. പക്ഷെ അവൾക്ക് തിരക്കുണ്ടെന്നും പറഞ്ഞ് ഇത് അവളുടെ വക പിച്ചയാണെന്നും പറഞ്ഞ് ഇട്ട് തന്നിട്ട് പോയി. അമ്മയോടും എന്നോടും അവള് പിച്ചക്കാരി പോലെയാ പെരുമാറിയത്. മഞ്ജു ഇവിടെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഇല്ലേ, രണ്ട് പെങ്ങന്മാരും ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്. നടന്നത് എന്താണെന്ന് കേട്ട് ബോധിച്ചോ? വെറും 1000 രൂപയ്ക്കാ അവള് നിന്റെ അമ്മയെ അപമാനിച്ചത്. എന്താ നിന്റെ പരിപാടി? മഞ്ജുവിനുള്ളത് അവള് വന്നിട്ട് ഞാൻ കൊടുത്തോളാം. മഹിമയുടെ കാര്യം അങ്ങനെയല്ല. എന്റെ അമ്മയെ ഈ വീട്ടുകാരെ അപമാനിച്ചിട്ട് അവളുടെ വീട്ടിൽ അവളങ്ങനെ മനസമാധാനമായിട്ട് ഉറങ്ങില്ല. അമ്മാവാ, ഞാൻ പോയിട്ട് വരാം. അധികം വൈകി ജോലിക്ക് നിൽക്കൊന്നും വേണ്ട മോളെ. ഇരുട്ടാകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് തിരിച്ചു വരും. ശരി അമ്മാവാ. വാമോനെ, ഞങ്ങള് മോനെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും നിങ്ങളാരും ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. ഞാനിങ്ങോട്ട് വന്നതേ ഇവിടെ ഒന്ന് കാണാനാ. എന്താ ഗിരിയേട്ട കാര്യം? നീ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ പോയപ്പോ എന്റെ അനിയത്തെ അപമാനിച്ചോ? ഞാൻ സ്വപ്നെ അപമാനിച്ചിട്ടൊന്നുമില്ല. അവളാ ഞാൻ ചെയ്യുന്ന ജോലിയെ പറ്റി ആവശ്യമില്ലാത്തത് പറഞ്ഞത്. എന്റെ ജോലിയെ പറ്റി അത്രയും മോശമായിട്ട് പറഞ്ഞതിന് ശേഷം കാശ് തരാൻ സമയമായപ്പോ അവളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ബന്ധുവിന് ചെയ്യുന്ന സഹായം എന്ന രീതിയില് കാശ് വേണ്ടാന്ന് പറഞ്ഞു. നീ അത് അവളെ സഹായിക്കാനല്ല, അപമാനിക്കാൻ വേണ്ടി തന്നെ ചെയ്തത്. നിന്റെ കാശ് ഞങ്ങൾക്ക് നിന്റെ ഔദാര്യമൊന്നും വേണ്ട. എന്താ ഗിരിയേട്ട ഇത്? നമ്മളൊക്കെ ഒരേ കുടുംബക്കാരല്ലേ? നമ്മൾ തമ്മിൽ കാശ് നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഒരേ കുടുംബക്കാരല്ല. നിന്റെ ചേച്ചി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി വന്നു എന്ന് കരുതി നിങ്ങൾ എല്ലാവരും എന്റെ കുടുംബത്തിന്റെ ഭാഗമാവുമെന്ന് കരുതണ്ട. എന്റെ അമ്മയും അനിയത്തെയും കഴിഞ്ഞിട്ടേ എനിക്ക് ഈ ലോകത്ത് മറ്റാരും ഉള്ളൂ. അവരെ ആരെങ്കിലും അപമാനിച്ചാൽ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഇനി എന്റെ കുടുംബത്ത് കയറി നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ ഗിരേട്ടനും നിന്നേ. എന്തായാലും എന്റെ വീട്ടിൽ കയറി വന്ന് ഇത്രയും ഡയലോഗ് അടിച്ചല്ലേ, ആ കാശിങ്ങി തന്നേക്ക്. ഗോപാൽജിയുടെ വലങ്കൈ ആയതുകൊണ്ട് ഗിരിയേട്ടന് കാശിന് പഞ്ഞൊന്നും ഉണ്ടായിരിക്കില്ല.
പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. ട്യൂഷന് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ടാ ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത്. ചേച്ചിയെടുത്ത് ചോദിച്ചാ കാശ് തരും, പക്ഷെ അതെനിക്കൊരു കുറച്ചില്ല. അത്രയും ആത്മാഭിമാനമുള്ള എന്നെ സ്വപ്ന അപമാനിച്ചപ്പോഴും ഞാൻ മിണ്ടാതെ സഹിച്ചു നിന്നത് എന്റെ ചേച്ചി ഓർത്തിട്ട് മാത്രമാ. സ്വപ്നയുടെ വാക്കും കേട്ടിട്ട് ചോദിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് എന്താ സംഭവിച്ചെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഏയ്, എന്റെ അനിയത്തി തെറ്റൊന്നും ചെയ്യില്ല. ഇങ്ങനെ എന്ത് തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ ഒരു ചേട്ടനുള്ളതുകൊണ്ടാ അവൾ ഇങ്ങനെ കുരുത്തം കെട്ടവളായത്. ഏയ്, സ്വപ്നയെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഗിരി, വേണ്ട മോനെ. അത് കലക്കി മോളെ. ഗിരി നല്ല ദേഷ്യത്തിലാ പോയേക്കുന്നത്. നിന്നോടുള്ള ദേഷ്യം അവൻ ആ പാവം മഞ്ജുവിന്റെ അടുത്ത് തീർക്കും. മോളെ, ഗിരി അങ്ങനെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റോ? ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമുണ്ടോ? അമ്മ ആരെ കാത്തേക്കാ? എടാ, ഞാനൊരു സാധനം ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1 മണിക്ക് എത്തുമെന്നാ ഫോൺ ചെയ്ത് പറഞ്ഞത്. ദേ, ഇപ്പൊ 3:15 ഇതുവരെ സാധനം എത്തിയിട്ടില്ല. എനിക്ക് ആ സാധനം കൊണ്ട് ഷൂട്ടിങ്ങിന് പോകാനുള്ളതാ. എന്റെ അമ്മേ, ഈ ഓൺലൈൻ ഡെലിവറിക്കാർ കൃത്യസമയത്ത് തന്നെ സാധനം എത്തിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. വഴിയിലൊക്കെ ട്രാഫിക് ബ്ലോക്ക് അല്ലേ, അവർ ലേറ്റ് ആകും. അതെന്ത് പണിയാ? ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ പാടുണ്ടോ? നീ ഇവർക്കെതിരെ കേസ് കൊടുക്കണം മോനെ. ആ, എനിക്ക് വേറെ പണിയില്ലല്ലോ. പണിയില്ലല്ലോ. നീ ഈ കേസെങ്കിലും നടത്തടാ, പൈസ ഞാൻ തരാം. ദേ അമ്മേ, ദേ, എന്റെ ക്ലയന്റ് ഫോൺ വന്നത് അമ്മയുടെ ഭാഗ്യമാണ്. ഹലോ, ഓ, എത്തി. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഈവനിങ് ആകാറായി. എനിക്കാണെങ്കിൽ ഇന്നൊരു എമർജൻസി സർജറി ഉള്ളതാ. എന്താ ഇത്ര വൈകിയേ? ട്രക്ക് വരാൻ ലേറ്റ് ആയതാ ഡോക്ടർ, സോറി. ആ, പോകാൻ വരട്ടെ. നിക്ക്, ഞാനൊന്ന് നോക്കട്ടെ.